വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഉമ്മൻചാണ്ടിക്ക് പൊതുപ്രവർത്തനമെന്നത് തൻ്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. കേരളത്തോടാകെയും താൻ പ്രതിനിധാനം ചെയ്ത പുതുപ്പള്ളി മണ്ഡലത്തോട് പ്രത്യേകമായും ഒരു ആത്മബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. ആത്മബന്ധമാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തെയും വ്യത്യസ്തമാക്കിയത്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രശസ്തമായ വരികളെ എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ എന്നാണ് മലയാളത്തിൽ കടമ്പനിട്ട വിവർത്തനം ചെയ്തത്. ആ വരികൾ എഴുതിയത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണെന്ന് നമുക്ക് തോന്നും. അവിശ്രമം എന്ന പദത്തിന് എല്ലാ നിലക്കും പര്യായമായി മാറിയ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. ചെറുപ്പത്തിലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയെങ്കിലും പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് 1970 അദ്ദേഹം എത്തിച്ചേർന്നു. അതാകട്ടെ നിയമസഭാംഗം എന്ന നിലയിലായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഞാനും ആ വർഷം തന്നെയാണ് ആദ്യമായി നിയമസഭയിലെത്തിയത്. യുവ അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ആ നിയമസഭ. അതിനെ തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ സഭകളിലും അദ്ദേഹം അംഗമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ കാര്യം പറഞ്ഞാൽ പാർലമെൻ്ററി രംഗത്തും സംഘടനാ രംഗത്തും മാറി മാറി അതിനുശേഷം പ്രവർത്തിക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി 53 വർഷക്കാലം MLA ആയിരുന്നു. ഒരു തവണ പ്രതിപക്ഷ നേതാവായി, 3 വട്ടം മന്ത്രിയായി. ധനം, ആഭ്യന്തരം, തൊഴിൽ തുടങ്ങിയ പ്രധാന വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. 2 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഇങ്ങനെ നിരവധി നിലകളിൽ പാർലമെൻ്ററി രംഗത്ത് ആ ജീവിതം കർമ്മനിരതമായിരുന്നു.